ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പിസോഡിക്കാണ്. ഒരു കുറച്ച് പെർട്ടിക്കുലർ ടൈമിലേക്ക് വരെ വന്നിട്ട് പിന്നെ ആ എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടിയും അവർ നോർമലായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് വന്ന് അവരെ ഫങ്ഷനിങ് ഒക്കെ നോർമൽ ലെവലിലോട്ട് എത്തും. ഡിസ്തൈമിയ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ അവർ ഒരേപോലെ തന്നെ ഇരിക്കുക, ലോ മൂഡിൽ തന്നെ ഇരിക്കുന്നുണ്ടാവുക. ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്ന് കുറച്ചും കൂടി ഒരു എപ്പിസോഡിക് നേച്ചർ കാണിക്കുമ്പോൾ ഡിസ്തൈമിയ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് കോഴ്സാണ് കാണിക്കണത്. മേജർ ഡിപ്രസീവ് എപ്പിസോഡിൻ്റെ ഈ എപ്പിസോഡിക്കായിട്ട് വരുന്ന ഡിപ്രഷൻ്റെ ഇൻറ്റൻസിറ്റിനേക്കാളും വളരെ മൈൽഡർ ഫോമിലാണ് ഡിസ്തൈമിയയിൽ ഡിപ്രഷൻ ഉണ്ടാവുക. ഈ ഡിപ്രഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു രീതിയിൽ മാത്രമുള്ളൂ ഡിപ്രഷൻ എന്നാണ് നമ്മൾ വിചാരിക്കണേ. പക്ഷെ അങ്ങനെയല്ല, ഡിപ്രഷൻ പല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 4 രീതിയിൽ ഡിപ്രഷൻ വരാം. ഒന്ന് മേജർ ഡിപ്രസീവ് എപ്പിസോഡ്, ഒരു എപ്പിസോഡായിട്ട് ഡിപ്രഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചുകൊണ്ട് വരുന്ന സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ, അതൊരു ടൈപ്പാണ്. പിന്നെ വേറൊന്നുള്ളത് ഈ ബൈപ്പോളാർ എഫക്റ്റീവ് ഡിസോർഡറിൻ്റെ കൂടെ കാണുന്ന ഡിപ്രഷൻ. ആ ഡിപ്രഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എപ്പിസോഡ് ബൈപ്പോളാർ എഫക്റ്റീവ് ഡിസോർഡറിൽ കാണുന്ന ഡിപ്രഷനിൽ നമ്മൾ യൂണിപ്പോളാർ ഡിപ്രഷനിൽ കാണുന്നതിനേക്കാളും സിംറ്റംസിൽ വ്യത്യാസം ഉണ്ടാവും, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു എപ്പിസോഡ് മാനിയാണെങ്കിൽ, ഉന്മാദമാണെങ്കിൽ, വേറൊരു എപ്പിസോഡ് വിഷാദമായിരിക്കും. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അതിൽ കാണിക്കുന്ന ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളിലും വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഒരു സൈക്കോമോട്ടർ അജിറ്റേഷൻ കൂടുതൽ, സൈക്കോമോട്ടർ റിട്ടാർഡേഷൻ കുറവും ഒക്കെ ഈ ബൈപ്പോളാർ ഡിപ്രഷനിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ സൂയിസൈഡിന് സാധ്യത കൂടുതലുള്ളത് ഈ ബൈപ്പോളാറിൽ വരുന്ന ഡിപ്രഷനിലാണ്. ഇനി വേറൊരു ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡിസ്തൈമിയ. ത്രൂ ഔട്ട് ദ ഇയർ അത് ഒരിക്കലും ഒരാളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ മരണം വരെയും ഈ ലോ എനർജിയിലും ലോ മൂഡിലുമാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഡിസ്തൈമിയ എന്ന് പറയുന്നത്. അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ തന്നെ മിനിമം 2 ഇയർ ഡ്യൂറേഷനിൽ ഇത് ഉണ്ടായിട്ടുണ്ടാവണം എന്നൊരു വ്യവസ്ഥയുണ്ട്. പിന്നെ വേറെ ഒന്നുള്ളത് സൈക്ലോതൈമിയ എന്ന് പറയുന്നതാണ്. സൈക്ലോതൈമിയ എന്ന് പറഞ്ഞാൽ അത് ബൈപ്പോളാർ എഫക്റ്റീവ് ഡിസോർഡറിൻ്റെ, അതായത് ഉന്മാദവും ഡിപ്രഷനും കൂടി വരുന്ന ആ ഡിപ്രഷൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ്. ഡിസ്തൈമിയയുടെ പോലെയുള്ള എന്നാൽ ഉന്മാദം കൂടി വരുന്ന കണ്ടീഷൻ. ഇങ്ങനെ 4 വെറൈറ്റിയിൽ ഡിപ്രഷൻ കാണാൻ പറ്റും. ഈ 4 എണ്ണത്തിലും ഡിപ്രഷൻ്റെ സിംറ്റം വ്യത്യാസപ്പെട്ടിട്ടാണുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതിന് സാധാരണയായിട്ട് യൂണിപ്പോളാർ ഡിപ്രഷനിൽ കാണുന്ന ലക്ഷണങ്ങളാണ് എല്ലാ ഡിപ്രഷനിലും കാണാമെന്നാണ് വിചാരിക്കണേ. അപ്പം യൂണിപ്പോളാർ ഡിപ്രഷനിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കാണാമെന്ന് ചോദിച്ചാൽ, ഒന്ന് അവർക്ക് ഒരു ആക്ടിവിറ്റിയിലും താല്പര്യമില്ല, ഡിക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ എനി കൈൻഡ് ഓഫ് ആക്ടിവിറ്റി. അതേപോലെ തന്നെ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഭയങ്കര പ്രശ്നമാവുക, ഇമ്പയർഡ് ആവുക. അതേ ലോ എനർജി. പിന്നെ സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടാവുക, ഇങ്ങനെ ആത്മഹത്യാ പ്രവണത വരിക. അതേപോലെ തന്നെ അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, നമ്മുടെ ഡെയിലി ചോർസ്, അത് കുളിക്കുക, പല്ല് തേക്കുക, അതുപോലെ സെൽഫ് കെയർ, വസ്ത്രം മാറ്റുക, വൃത്തിയായിട്ടിരിക്കുക, ഇതിലൊന്നും ആ സെൽഫ് കെയറിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം. ഇൻസോമിനിയ അല്ലെങ്കിൽ ഹൈപ്പർസോമിനിയ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ ഉറക്കം കിട്ടാതിരിക്കുക. അതേപോലെ തന്നെ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ആപ്പിറ്റൈറ്റ്, ഒരുപാട് കഴിക്കുക അല്ലെങ്കിൽ തീരെ ഭക്ഷണം വേണ്ട. ക്രൈയിങ് സ്പെൽസ്, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ലോ എനർജി, അതുപോലെ ആത്മവിശ്വാസക്കുറവ്, ആപ്പിറ്റൈറ്റിലുള്ള വ്യത്യാസം, വെയിറ്റ് ലോസ്, ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുകയോ വെയിറ്റ് കുറയുകയോ ചെയ്യുക, ഇതും ഡിപ്രഷൻ്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ ഉറക്കത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, മൊത്തത്തിലുള്ള എനർജി കുറവ്, പിന്നെ ഒരു ഇറിറ്റബിലിറ്റി, സൈക്കോമോട്ടർ അജിറ്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന ഈ മേജർ ഗുരുതരമായ വീര്യം കൂടിയ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ ഡിപ്രഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും നോക്കാം. അപ്പം നമുക്ക് സൂയിസൈഡൽ ഐഡിയേഷൻ ഇല്ല, അതേപോലെ വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ ഒന്നും ഈ അടുത്ത കാലത്ത് പെട്ടെന്നൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ ഏത് സമയവും കിടന്ന് ഉറങ്ങുന്നില്ല, അതല്ലെങ്കിൽ നമുക്ക് ഉറക്കക്കുറവില്ല, പിന്നെ നമ്മുടെ ഡേ ടു ഡേ ഫങ്ഷനിങ് ഒന്നും വല്ലാണ്ട് ബാധിച്ചിട്ടില്ല, നമ്മൾ പുറത്തോട്ട് പോകുന്നുണ്ട്, ആൾക്കാരെ മേജർ ഡിപ്രഷനിൽ ഈ ആൾക്കാരെ കാണുന്നതും ഭയങ്കര പേടിയായിരിക്കും, ഇഷ്ടമുണ്ടാവില്ല. അപ്പം അങ്ങനെ ആൾക്കാരെ കാണാനൊന്നും ബുദ്ധിമുട്ടില്ല, ക്ലാസ്സിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, എനർജി കുറവൊന്നുമില്ല. അപ്പം ഇതൊക്കെ ഇല്ലയെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഡിപ്രഷൻ അല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ ഈ യൂണിപ്പോളാർ, ഈ മേജർ ഡിപ്രഷനേക്കാളും അതിൻ്റെ എത്രയോ ഇരട്ടിയാണ്
ഡിസ്തൈമിയ എന്ന് പറയുന്ന കണ്ടീഷൻ, ഈ മൈനർ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈനർ ഡിപ്രഷനുള്ള ആൾക്കാർ പൊതുവേ അവർക്ക് ലൈഫിനൊരു ഗുമ്മ് ഇല്ല എന്ന് പറയും. ഒരു സുഖമില്ല ലൈഫിനൊരു ബ്യൂട്ടി ഇല്ല. അപ്പോൾ എപ്പോഴും ഇവരൊരു കംപ്ലയിൻറ്റ് ബോക്സ് ആയിരിക്കും. ഇപ്പം സ്ത്രീകളിലാണ് കേട്ടോ ഡിപ്രഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പുരുഷന്മാരെക്കാളും നമ്മൾ ഉന്മാദത്തിലോട്ട് പോയാലും ബൈപ്പോളാറിലോട്ട് പോയാൽ കുറച്ചും കൂടിയും പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. യൂണിപ്പോളാർ ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ ഏത് വെറൈറ്റിയും കൂടുതലായി കാണുന്നത് സ്ത്രീകളിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ സ്ത്രീകളുടെ കാര്യം പറയണേ. അപ്പം വിവാഹിതയായ ഒരു സ്ത്രീയാണെങ്കിൽ പലപ്പോഴും അവർ ഈ അവരുടെ എല്ലാ ഫെയിലിയേഴ്സിനും കുറ്റം അല്ലെങ്കിൽ അവർ ഈ രോഗത്തിൻ്റെ കാരണമായിട്ട് തന്നെ ഇത് രോഗമാണ് എന്നുള്ളതിനേക്കാളും ഈ ഒരു അൺഹാപ്പിനെസ് രോഗം കൊണ്ടുള്ളതാണെന്നുള്ളതിനേക്കാളും ഭർത്താവ് മൂലമാണ് എന്നുള്ള ഒരു ആട്രിബ്യൂഷനിലേക്ക് പോകും. അപ്പം ജോലി കിട്ടാത്തതിന് കാരണം ഭർത്താവ് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാത്തതുകൊണ്ടാണ്, അതിന് വേണ്ടിയിട്ട് റെസ്യൂമേ റെഡിയാക്കി തരുന്നില്ല, അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ പഠിക്കാൻ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടുജോലികളിൽ ഭർത്താവ് സഹായിക്കുന്നില്ല, സമയം കിട്ടുന്നില്ല, ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതുകൊണ്ട് പഠിക്കാനിരിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നില്ല, കുട്ടികളെ ഭർത്താവ് നോക്കുന്നില്ല, ഭർത്താവ് കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം എടുത്ത് ചെയ്യുന്നില്ല. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് ജീവിതത്തിൽ സന്തോഷമില്ലാത്ത എന്നുള്ള എപ്പോഴും ഒരു കുറ്റപ്പെടുത്തലും അതുവഴി ദാമ്പത്യത്തിൽ അസംതൃപ്തിയും ഡിസ്കോർഡും ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. എന്ന് മാത്രമല്ല നമ്മളെപ്പോഴും വിചാരിക്കും നമ്മൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അത് വിവാഹത്തിന് മുമ്പായിക്കോട്ടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഈ ഇങ്ങനത്തെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണെന്നാണ്. സത്യത്തിൽ നമ്മൾ ഭയങ്കര അൺഹാപ്പി ആവുമ്പോൾ, ഈ സന്തോഷം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര അൺഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലും രീതിയിൽ ഒരു സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിൽ നിന്ന് ഒരു തൃപ്തി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ വേറൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്തൈമിയ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡിപ്രഷനുള്ള സ്ത്രീകൾ പുരുഷന്മാരും ഒക്കെ ഒരു അവർ വിവാഹിതരാണെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എപ്പോഴും നമുക്ക് ഈ റൊമാൻസ് എന്ന് പറയുന്നത് ഒരു ഡോപ്പമൈൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു റഷ് ഓഫ് ഡോപ്പമൈൻ തരുമല്ലോ, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തരുമല്ലോ ഈ റൊമാൻസ് എന്ന് പറയുന്ന സാധനം. കാരണം അവിടെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു റഷ് ഓഫ് ഡോപ്പമൈൻ ഉണ്ട്. ഡോപ്പമൈൻ വരുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അനുഭവിക്കും. ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമുക്ക് മൂഡ് ഓഫ് തോന്നിയോ നമ്മൾ ഡോപ്പമൈൻ സീക്ക് ചെയ്യും, നമ്മൾ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് പോവും, നമ്മൾ വീണ്ടും ഫോൺ എടുത്ത് വിളിക്കാനോ ചാറ്റ് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ നോക്കും, അവരെ കാണാൻ നോക്കും. അങ്ങനെ ഡോപ്പമൈൻ്റെ അളവ് എപ്പോഴൊക്കെ കുറയുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഈതർ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്കോ അതല്ലെങ്കിൽ റീൽസ് ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നാലും അതൊരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീൽസ് ആഫ്റ്റർ റീൽസ് ഇങ്ങനെ കുറേ സമയം ഫോണിലിരിക്കാനും നമ്മൾ ഈ അൺഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്തൈമയിലിരിക്കുമ്പോൾ സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു താഴ്ന്ന സ്ഥലം എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ലോ ആണ്, മൂഡ് ലോ, ഇൻട്രസ്റ്റുകൾ കുറവ്, എക്സൈറ്റ്മെൻറ്റ് കുറവ്. അപ്പം എക്സൈറ്റ്മെൻറ്റ് എന്നാൽ സീക്ക് ചെയ്യുകയും ചെയ്യും. കാരണം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാതെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡ്രഗ്സ്, അപ്പം അത് ആൽക്കഹോളാവാം, സ്മോക്കിംഗ് ആവാം, അതല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളാവാം, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡിപ്രഷനിൽ നമ്മളായിരിക്കുന്ന സമയത്ത്. ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെയാണ് നമ്മളെ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക്, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് അത്ര സേഫ് അല്ലാത്ത സെക്സിലേക്ക്, ഇങ്ങനത്തെ റിലേഷൻഷിപ്സിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുക. അതുപോലെ ഫോണ്, എക്സസീവായിട്ടുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഫോൺ യൂസിലേക്ക്, റീൽസ് കാണുന്നതിലേക്ക് ഒക്കെ നമ്മളെ എത്തിക്കുന്നത്. അതിൻ്റെയൊക്കെ ഇതിൽ ബാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അണ്ടർലൈങ് ഡിപ്രസീവ് സ്റ്റേറ്റ്,
എസ്പെഷ്യലി ഡിസ്തൈമിയ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഡിപ്രഷനിൽ കൊടുക്കുന്ന അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമുക്കിത് ക്ലിനിക്കലി അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണാത്തത് കൊണ്ടും നമ്മുടെ വർക്കിനെ ഒന്നും ഇത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മുടെ ഫാമിലി ലൈഫിനെ ആയാലും പേഴ്സണൽ ലൈഫിനെ ആയാലും അതുപോലെ നമ്മുടെ വർക്കിനെ ആയാലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സബ്സ്റ്റാൻഷ്യലി എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഡിസ്തൈമിയ ഉണ്ടെന്ന് പല ആൾക്കാരും മനസ്സിലാക്കില്ല. അത് മെല്ലെ മെല്ലെ പിന്നെ ഇരുന്ന് മേജർ ഡിപ്രസീവ് എപ്പിസോഡിലേക്കൊക്കെ പോവുക കേട്ടോ. ജെനറ്റിക്സിനും ഇതിൽ വലിയൊരു റോളൊക്കെ ഉണ്ട്. അപ്പം ദാമ്പത്യത്തിൽ വരുമ്പോഴേക്കും അതൊരു ദാമ്പത്യത്തിൽ രണ്ടുപേരുടെയും അൺഹാപ്പിനെസ്സിനും ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായി മാറാനും ഡിസ്തൈമിയ കാരണമാവും. മാനിയൻ്റെ പ്രത്യേകത എന്താ? ഓവർ കോൺഫിഡൻസ്. നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവരെന്നെ എങ്ങനെ കാണുന്നു ഒന്നും വിഷയമല്ല. ഭയങ്കര ഡയറിങ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സാധനമാണ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ എപ്പോഴും എക്സ്റ്റേണൽ വാലിഡേഷൻ ഭയങ്കരമായിട്ട് സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എവിടെയും എത്തിയില്ല, അവൾക്ക് ജോലിയില്ല, അവൾക്ക് വരുമാനമില്ല, വെറുതെ നമ്മളെങ്ങനെ മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടോ, കുറ്റപ്പെടുത്തുന്നുണ്ടോ, നമ്മളെ പുച്ഛിച്ച് നോക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, ഭയങ്കര സെൽഫ് ഡൗട്ടായിരിക്കും. ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടല്ലോ. ഈ ഓവർ തിങ്കിങ്ങിൽ എന്താണുള്ള കണ്ടൻറ്റ്? സെൽഫ് ഡൗട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. ഞാൻ അത്ര പോരെ എന്നുള്ള ചിന്ത. അപ്പം ചില ആൾക്കാർ ഈ ഓവർ കറക്ഷൻ ചെയ്തിട്ട് കൂടുതലായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുക, കൂടുതൽ യങ് ആവാൻ വേണ്ടി നോക്കുക. പിന്നെ അതേപോലെ തന്നെ പല 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 കോഴ്സുകളും പഠിച്ചിട്ട് സ്വയം സ്കിൽഡ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഇത് പഠിക്കുകയാണെങ്കിൽ എനിക്കൊരു ബെറ്റർ ജോലി കിട്ടും, ആ ജോലി വഴി എനിക്ക് എൻ്റെ ആ സെൽഫ് എസ്റ്റീമിനെ തിരിച്ചു പിടിക്കാം. പിന്നെ സെൽഫ് എസ്റ്റീം ഭയങ്കര ലോ ആയിരിക്കും. ഡിപ്രഷനിൽ മാനിയയിൽ അത് നല്ല കൂടുതലുണ്ടാവുമേ. ഡിപ്രഷനിൽ സെൽഫ് എസ്റ്റീം ഭയങ്കര പുവറാണ്. സെൽഫ് എസ്റ്റീം കുറയുമ്പോൾ നാച്ചുറലി കോൺഫിഡൻസും കുറയുമല്ലോ. ഈ രണ്ട് സാധനങ്ങളും കുറയുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ വാലിഡേഷൻ, മറ്റുള്ളവർ നീ കൊള്ളാം, നീ മിടുക്കിയാണ്, നീ മിടുക്കനാണെന്ന് മറ്റുള്ളവർ വാലിഡേറ്റ് ചെയ്യണം. പിന്നെ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ കോൺഷ്യസ് ആവാൻ തുടങ്ങും. ഇനി ആരങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഈ സെൽഫ് ഡൗട്ട് കാരണം നമുക്ക് അവർ നമ്മളെ കളിയാക്കിയോ, അവർ നമ്മളെ പുച്ഛിച്ചിട്ടാണോ അവരത് പറഞ്ഞത്, അവർ ആ പറഞ്ഞതിൽ വേറൊരു അർത്ഥമുണ്ടോ, അത് നെഗറ്റീവാണോ, ഇങ്ങനെയുള്ള തോട്ടുകൾ എപ്പോഴും ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ തോട്ടുകളെല്ലാം തന്നെ അത് ഭയങ്കര ഓട്ടോമാറ്റിക് ആയിരിക്കും. ഈ തോട്ടുകൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടോ ഉദ്ദേശിച്ചിട്ടോ ഒന്നുമല്ല ഈ തോട്ട് വരിക. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഓൾ ഓട്ടോമാറ്റിക് തോട്ട്സ് ആർ അൺഫോർച്ചുനേറ്റ്ലി നെഗറ്റീവ്. അപ്പം തോട്ടും ഇമോഷനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമുക്ക് ഈ നെഗറ്റീവ് തോട്ടുകൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമോഷനാണ് വരിക. ഇനി വേറൊരു സാധനമുണ്ട്, നമ്മുടെ മെമ്മറീസ്. നമ്മൾ ഏത് മൂഡിലാണോ ഇരിക്കണേ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതിനോട് ചേർന്ന് പോകുന്ന മെമ്മറീസാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. അപ്പോൾ ഒരാൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള, ലോ ആയിട്ടുള്ള, സാഡായിട്ടുള്ള മൂഡിലിരിക്കുമ്പോൾ അയാളുടെ ഓർമ്മയിലേക്ക് വരുന്ന മെമ്മറീസ് അത്രയും നെഗറ്റീവായിട്ടുള്ളതായിരിക്കും. അതായത് ഇയാൾ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടത്, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടത്, മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയത്, മറ്റുള്ളവർ പരിഹസിച്ചത്, മറ്റുള്ളവർ തള്ളിക്കളഞ്ഞത്, നമ്മൾ തോറ്റുപോയത്, നമുക്കൊന്നും പറയാൻ കിട്ടാണ്ട് ഇരുന്ന സിറ്റുവേഷൻസ്, നമ്മളാകെ നാണം കെട്ടത്, നമ്മൾ അവഗണിക്കപ്പെട്ടത്, നമ്മളെ ആരും ശ്രദ്ധിക്കാണ്ടിരുന്നത്, ഇങ്ങനത്തെ ഇൻസിഡൻറ്റിൻ്റെ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനെ നമ്മൾ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയും. അതായത് ആ മെമ്മറിയിൽ നമ്മൾ സെലക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് റിട്രീവ് ചെയ്യുകയാണ്. പക്ഷെ അത് സെലക്റ്റീവ്ലി ആണ് നമ്മൾ റിട്രീവ് ചെയ്യണമെന്നോ മെമ്മറൈസ് ചെയ്യണമെന്നോ നമ്മളറിയില്ല. അപ്പോൾ ആകെ മൊത്തം ബാക്കിലേക്ക് നോക്കുമ്പോൾ മൊത്തം പരാജയത്തിൻ്റെ കഥയാണ്. അവഗണനയുടെയും പുച്ഛത്തിൻ്റെയും പരാജയത്തിൻ്റെയും കഥകൾ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് തോന്നുന്നു നമ്മുടെ ജീവിതം മുഴുവൻ ഒരു പരാജയമായിരുന്നു, നമ്മൾ മൊത്തത്തിൽ എപ്പോഴും തോറ്റിട്ടുള്ള, അപമാനിക്കപ്പെട്ടിട്ടുള്ള, അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇതിങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വേണ്ടി വരുന്നത് ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഡിപ്രഷനിൽ ഈ ഒരു സൈക്കിളുണ്ട്. ഡിപ്രഷനുള്ള ട്രീറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്. അത് മൈൽഡ് ഫോമിലാണ്. മൈൽഡ് ഡിപ്രഷൻ ആണെങ്കിൽ നമുക്ക് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി മാത്രം മതി. അതേസമയം മോഡറേറ്റ് സിവിയർ ഒക്കെ ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പൈൻഡ് തെറാപ്പിയാണ് ഏറ്റവും നല്ലത്. കമ്പൈൻഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഫാർമക്കോ തെറാപ്പി, മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള തെറാപ്പി, ഫാർമക്കോ തെറാപ്പി പ്ലസ് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി.
ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട് എന്നാണ് എവിഡൻസ് ഒക്കെ കാണിക്കുന്നത്, റിസർച്ച് കാണിക്കുന്നത് അങ്ങനെയാണ്. ഒരു മെഡിസിനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒരു 3 to 6 months നമ്മൾ ആൻറ്റി ഡിപ്രസൻസ് കഴിച്ചാൽ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു 12 sessions to maximum 20 sessions ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ചസ് വരും. ഇതെല്ലാം നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയുന്നതാണ്. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടും എസ്പെഷ്യലി ഈ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് EUPD എന്ന് പറഞ്ഞിട്ടൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അതിൽ ആ ഡിസോർഡറുള്ള സ്ത്രീകളിലൊക്കെ ഡെഫിനറ്റായിട്ട് അവരെപ്പോഴെങ്കിലും ലൈഫിൽ ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് DBT എന്ന് പറയുന്ന ഈ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ എലിമെൻറ്റ്സ് ഒക്കെ വരുന്ന തന്നെ ഒരു അതിൻ്റെ വേറൊരു മോഡലുണ്ട്. ആ തെറാപ്പിയും കൂടി ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും.